വാഞ്ചോ ഫ്ലേവറിലുള്ള 3 ടയർ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 9.5യുടെയും 7ൻ്റെയും 5ൻ്റെയും പാനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം 9.5യുടെ പാനിൽ ബേക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ചോക്ലേറ്റ് സ്പഞ്ചാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡറും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 5 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ളുപ്പും 1.5 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായി ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കുറേശ്ശെ ചേർത്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ മുട്ടയുടെ മഞ്ഞ നിറമെല്ലാം മാറി ഒരു വെള്ള നിറമായിട്ടൊക്കെ വരുമ്പോൾ ഇതിനകത്തേക്ക് 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഓയിൽ കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ബീറ്ററിൻ്റെ 1ാമത്തെ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനൊപ്പം തന്നെ ഒരു 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ കൂടി കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. കുത്തി ഉടയ്ക്കരുത്, പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് പാൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. സ്പാച്ചുല ഉപയോഗിച്ചോ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 9.5യുടെ പാനിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പാൻ ബട്ടർ പേപ്പർ ഇട്ട് എടുക്കുക. അതിലേക്ക് ഒഴിച്ച് നന്നായി എയർ ബബിൾസ് കളഞ്ഞിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി വാനില സ്പഞ്ച് തയ്യാറാക്കാം. അതിനായി 1/2 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. 2 ചോക്ലേറ്റ് സ്പോഞ്ചും നടുക്ക് വാനില സ്പോഞ്ചുമാണ് ഏറ്റവും താഴത്തെ ലെയറിൽ വരുന്നത്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ടയും 1 നുള്ളുപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ കുറേശ്ശെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. ബീറ്റായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത്. ഓയിൽ കൂടി ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം മൈദ മാവും കൂടി ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതും ബേക്ക് ചെയ്യാൻ വെക്കാം 9.5യുടെ ടിന്നിൽ. ഇനി 7 ഇഞ്ചിൻ്റെ ട്രേയിലുള്ളത് നോക്കാം. ആദ്യം വാനില സ്പഞ്ച് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ടയും 1 നുള്ളുപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ തന്നെ ഒഴിക്കണം. ഓയിൽ കൂടി ഒഴിച്ച് ബീറ്ററിൻ്റെ 1ാമത്തെ സ്പീഡിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് കൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് മൈദാമാവ് കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതും 7 ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. എയർ ബബിൾസൊക്കെ നന്നായിട്ട് കളയാൻ ശ്രദ്ധിക്കണം. ഇനി ചോക്ലേറ്റ് സ്പഞ്ച് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 4 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1 മുട്ടയും 1 നുള്ളുപ്പും 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സ്പോഞ്ചിൽ വരുന്നത് 2 വാനില സ്പോഞ്ചും 1 ചോക്ലേറ്റ് സ്പോഞ്ചുമാണ് വരുന്നത്. ഇനി ഈ ബാറ്റർ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ മൈദ മിക്സ് കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കൂടെ 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതും 7 ഇഞ്ചിൻ്റെ ട്രേയിൽ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി 5 ഇഞ്ച് ട്രേയിൽ ബേക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒരു അരിപ്പയിലേക്ക് 200 ml മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് അരിച്ചെടുക്കുക.
ഇതിൽ 2 വാനില സ്പഞ്ചും 1 ചോക്ലേറ്റ് സ്പഞ്ചുമാണ് വരുന്നത്. ഒരു ബൗളിലേക്ക് 2 മുട്ട, 1 നുള്ളുപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മുടെ മൈദ മിക്സ് കുറേശ്ശെ ചേർത്ത് 5 ടേബിൾ സ്പൂൺ പാൽ കൂടി കുറേശ്ശെ ഒഴിച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്യാനെടുക്കാം. ട്രേ നല്ല ഹൈറ്റിൽ ബട്ടർ പേപ്പർ ഇടാൻ മറക്കരുത്. ഇനി ചോക്ലേറ്റ് സ്പോഞ്ച് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 4 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1 മുട്ട, 1 നുള്ളുപ്പ്, 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റായി വരുമ്പോഴേക്കും 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞ നിറം മാറി വെള്ള നിറമാകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് ബീറ്ററിൻ്റെ 1ാമത്തെ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മൈദ മിക്സ് കുറേശ്ശെ ചേർക്കുക. കൂടെ ഒരു 2.5 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്. നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക പൊടിയിട്ടിട്ട്. അപ്പോൾ എത്രത്തോളം പാൽ ആവശ്യമുണ്ടോ അത്രത്തോളം ചേർത്താൽ മതി. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി ഗനാഷ് തയ്യാറാക്കണം. അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. കേക്കെല്ലാം ബേക്കായതിന് ശേഷം നമുക്ക് ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഏറ്റവും മുകളിലുള്ള ടയറാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം ഒരു ബോർഡിലേക്ക് ക്രീമൊന്നും തേച്ച് കൊടുക്കണ്ട, അല്ലാണ്ട് തന്നെ സ്പഞ്ച് വയ്ക്കുക. സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ചെയ്യാനായിട്ട് പാലിൽ മിൽക്ക് മെയ്ഡ് ചേർത്തതാണ് യൂസ് ചെയ്യുന്നത്. നന്നായി വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ചെയ്യാം. ക്രീം കൊടുത്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കൂടി ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയറായിട്ട് ചോക്ലേറ്റ് ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ലെയറും നല്ല രീതിയിൽ തന്നെ വെറ്റ് ചെയ്തെടുക്കണം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും സിറപ്പ് എത്താൻ ശ്രദ്ധിക്കണം. വെറ്റ് ചെയ്തതിന് ശേഷം ഇതും നേരത്തെ പോലെ തന്നെ ക്രീം ചെയ്യുക. ക്രീം ചെയ്ത് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് കൊടുക്കേണ്ടത്. ഗനാഷും കൂടെ വെച്ചതിന് ശേഷം ഫൈനൽ ലെയറായിട്ട് വാനില ലെയർ വെച്ച് കൊടുക്കാം. വാനില ലെയറും വെച്ച് അതും ഒന്ന് വെറ്റ് ചെയ്ത് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഈ കേക്കുകളെല്ലാം ഫ്രിഡ്ജിൽ ഒന്ന് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചേക്കണം. ഇവിടെ ഞാൻ ഈ 3 ടയറും ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 3 ഞാൻ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്ത് ഒരു രാത്രി ഫുള്ള് ഞാൻ വെക്കുന്നുണ്ട്. പിറ്റേ ദിവസമാണ് ഞാനിത് സ്റ്റാക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഫോണ്ടൻറ്റിലുണ്ടാക്കിയ ടെഡി ബിയർ കേക്കിൻ്റെ ടോപ്പിൽ വയ്ക്കുന്നുണ്ട്. അത് ഞാൻ 2 ദിവസം മുന്നേ തന്നെ ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. കേക്ക് സ്റ്റാക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഡവൽസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഡവൽസ് കൊടുക്കുമ്പോൾ കേക്ക് ചരിഞ്ഞ് വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.